ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 2025-26 വർഷത്തേക്കുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ബിടെക് ഓർ എംടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി മേഖലയിൽ പരിചയം നേടാൻ ആഗ്രഹിക്കുന്ന പുതിയ ബിരുദധാരികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം. അപേക്ഷകൾ 2025 മാർച്ച് 25 മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. മാർച്ച് 25 ലാസ്റ്റ് ഡേറ്റ്. സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. ഇന്റേൺഷിപ്പ് പ്രോഗ്രാം 2025-26. കാലാവധി 1 വർഷം. കരാർ അടിസ്ഥാനത്തിലാണ്. സ്റ്റൈഫൻഡ് പ്രതിമാസം 25,000 രൂപ. അപേക്ഷാ രീതി ഓൺലൈൻ. അവസാന ഡേറ്റ് 2025 മാർച്ച് 25. ജോലി സ്ഥലം KPFC ഭവനം, തിരുവനന്തപുരം. പ്രായപരിധി 1/6/2025 കണക്കനുസരിച്ചിട്ട് ബിടെക് ബിരുദധാരികൾ പരമാവധി 23 വയസ്സ്. എംടെക് ബിരുദധാരികൾക്ക് പരമാവധി 25 വയസ്സ്. ലാറ്ററൽ എൻട്രി ബിരുദധാരികൾക്ക് പരമാവധി 24 വയസ്സ്. യോഗ്യത ബിടെക് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ്. ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ചിരിക്കണം. 10ാം ക്ലാസ്സിലും +2-വിലും 80% അല്ലെങ്കിൽ തത്തുല്യം മാർക്ക്. ബിരുദത്തിൽ കുറഞ്ഞത് 6.5 CGPA അതായത് 60% മാർക്ക് വേണം. ബിടെക്കിന് CGPA 60% മാർക്ക്, അതായത് 6.5%, 6.5 ആയിരിക്കണം CGPA. എംടെക്കിലെ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽസ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആദ്യത്തെ പ്രാവശ്യം തന്നെ വിജയിച്ചിരിക്കണം. ഫസ്റ്റ് ചാൻസിൽ തന്നെ വിജയിച്ചിരിക്കണം. 10ാം ക്ലാസ്സിലും +2-വിലും 80% മാർക്ക് വേണം. ബിരുദാനന്തര ബിരുദത്തിൽ 6.5 CGPA. 2025 മാർച്ച് 31 മുമ്പ് ഫലം പ്രതീക്ഷിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. മലയാളവും ഇംഗ്ലീഷും നന്നായി അറിഞ്ഞിരിക്കണം. സെലക്ഷൻ പ്രോസസ്സ് ഓൺലൈൻ പരീക്ഷയാണ്. 90 മിനിറ്റ് ദൈർഘ്യമുള്ള 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ. നെഗറ്റീവ് മാർക്കുണ്ട്. ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ലെവലിലാണ് 50 ചോദ്യങ്ങളുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിലെ 10 ചോദ്യങ്ങളുണ്ടാകും. ലോജിക്കൽ റീസണിംഗ് 10 ചോദ്യങ്ങൾ. ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 10 ചോദ്യങ്ങൾ. ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി പ്രാക്ടീസിൽ നിന്നും 10 ചോദ്യങ്ങൾ. പൊതുവിജ്ഞാനം 10 ചോദ്യങ്ങൾ. ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് ഇൻ്റർവ്യൂ. ഓൺലൈൻ പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവർക്ക് വ്യക്തിഗത അഭിമുഖം. ഓൺലൈൻ ടെസ്റ്റിലെയും ഇൻ്റർവ്യൂവിലെയും സംയോജിത സ്കോർ അനുസരിച്ചിട്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആവശ്യമെങ്കിൽ അപേക്ഷകൾ മുൻകൂട്ടി സ്ക്രീൻ ചെയ്യാനുള്ള അവകാശം കമ്മീഷനുണ്ട്. ഹൗ ടു അപ്ലൈ. അപേക്ഷ ഓൺലൈൻ വഴി മാത്രമാണ് സമർപ്പിക്കേണ്ടത്. KSERC വെബ്സൈറ്റിലെ ഇന്റേൺഷിപ്പ് ടാബിൽ ലഭ്യമായ ലിങ്ക് ഉപയോഗിക്കുക. അവസാന തീയതി 2025 മാർച്ച് 25. ഇന്റേൺഷിപ്പ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപേക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ 9207842124 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാൽ സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. വൈ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പശ്ചാത്തലമുള്ളവർക്ക് KSERCയിൽ പ്രവർത്തിക്കുന്നതിലൂടെ ഇലക്ട്രിസിറ്റി റെഗുലേഷൻ മേഖലയിൽ വിലപ്പെട്ട പരിചയം നേടാം. പ്രതിമാസം 25,000 സ്റ്റൈഫൻഡ് ലഭിക്കുന്ന 1 വർഷത്തെ ഇന്റേൺഷിപ്പ് ഭാവി കരിയറിന് ശക്തമായ അടിത്തറവാകും. അപേക്ഷകൾ ഉടൻ തയ്യാറാക്കി മാർച്ച് 25 മുമ്പായിട്ട് സമർപ്പിക്കണം. വെബ്സൈറ്റ് പറയാം. ERCK വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം. ERCkerala.org എന്ന സൈറ്റ് എടുത്തിട്ട് ഇന്റേൺഷിപ്പ് ടാബിൽ ലഭ്യമായ ലിങ്ക് ഉപയോഗിക്കുക.
അവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് മൊത്തം വായിച്ചെടുക്കുക. ഇതാണ് നോട്ടിഫിക്കേഷൻ. ജനറൽ കണ്ടീഷൻ എല്ലാം ഞാനിപ്പോൾ വായിച്ചത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിരുത്തി ഒന്നും കൂടി വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനിരുന്നാൽ മതി. മാർച്ച് 25 ആണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് 23 മാർച്ച് 23. പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.